നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 367 367. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 10-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. 14-ാമത്തെ ശ്ലോകം ഹാഹാകാരസ്തദേവാസീത് സിദ്ധാനാം ദിവി പശ്യതാം ഹതോ അയം മാനവ സൂര്യോ മഗ്ന പുണ്യജനാർണവേ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ സ്വർഗത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സിദ്ധന്മാരുടെ ഹാഹ എന്ന ശബ്ദം അപ്പോൾ തന്നെ ഉണ്ടായി. മനുപുത്രനായ സൂര്യൻ യക്ഷന്മാരാകുന്ന സമുദ്രത്തിൽ മുങ്ങി ഹതനായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചു, സൂര്യൻ അസ്തമിച്ചു, അതിൻ്റെ ഇടയിലുണ്ടായ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ, ഒരു ദിവസത്തെ. അപ്പോൾ എങ്ങനെയാണ് യക്ഷന്മാരും ഈ ധ്രുവനും കൂടിയിട്ടുള്ള യുദ്ധം ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറയുന്നു ഭാവാർത്ഥം, ഹാ കഷ്ടം, മനുവിൻ്റെ പൗത്രനായ സൂര്യൻ യക്ഷന്മാരായ സമുദ്രത്തിൽ മുങ്ങി നശിച്ചുവല്ലോ എന്നിങ്ങനെ സ്വർഗത്തിൽ ഈ യുദ്ധം നോക്കി നിന്നിരുന്ന സിദ്ധന്മാർ നിലവിളിച്ചു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഇനി 15, നദൽസൂയാദുധാരേഷു ജയകാശിഷ്യധോ മൃതേ ഉദതിഷ്ഠധ്രതസ്തസ്യ നീഹാരാദിവ ഭാസ്കരാ. യക്ഷന്മാർ നിലവിളിക്കുകയും യുദ്ധത്തിൽ ജയം പ്രകാശിപ്പിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ തേർ മഞ്ഞിൽ നിന്ന് സൂര്യൻ എന്ന പോലെ പുറത്തേക്ക് പുറപ്പെട്ടു. ഇതാരുടെ കാര്യമാണ് പറഞ്ഞത്? ധ്രുവൻ്റെ തേര് മഞ്ഞിൽ നിന്ന് വന്ന കൂട്ടത്തിൽ, അതായത് ഒരു തിരശ്ശീലയ്ക്ക് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് വന്നാൽ അങ്ങനെ ഉണ്ടാവും, അതേപോലെ. അപ്പോൾ അതുവരെ ഹാഹാകാരം മുഴക്കിയിരുന്ന പിന്നെ ഈ യക്ഷന്മാർക്ക് ഭീതിയായി. അത്രയും വലിയ ആളാണ് അദ്ദേഹം യുദ്ധത്തിൽ. അതാണ് പറഞ്ഞത്. ഇങ്ങനെ യക്ഷന്മാർ യുദ്ധത്തിൽ അവരുടെ ജയത്തെ പ്രകാശിപ്പിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞിൻ്റെ മറവിൽ നിന്ന് സൂര്യൻ പുറത്തേക്ക് കാണപ്പെടുന്നത് പോലെ ധ്രുവൻ്റെ തേർ ശരവർഷത്തിൽ നിന്നും പുറമേ പ്രകാശിക്കുന്നത് കണ്ടു എന്നായി. 16-ാമത്തെ ശ്ലോകം നോക്കൂ. ധനുർവിസ്ഫൂർജയൻ ദിവ്യം ദ്വിഷതാം ഖേദമുദ്വഹൻ അസ്ത്രൗഘം യഥമൽ ബാണൈർഘനാനീകം ഇവാനിലാം. അപ്രാകൃതമായ ധനുസ്സിനെ എന്ന് പറഞ്ഞെന്താ? പ്രാകൃതമല്ല, വളരെ ഗംഭീരമായ വില്ലുള്ള ധനുസ്സിനെ ഡങ്കാരം ചെയ്തുകൊണ്ടും, അതായത് ഞാണുമ്പിൽ ഒന്ന് വലിച്ചു പിടിച്ചാൽ അതിൻ്റെ ഒരു വൈബ്രേഷനും അതിൻ്റെ ഒരു ശബ്ദമുണ്ട്. ശത്രുക്കൾക്ക് ദുഃഖത്തെ ജനിപ്പിച്ചുകൊണ്ടും മേഘസമൂഹത്തെ വായുവെന്ന പോലെ അസ്ത്രസമൂഹത്തെ ബാണങ്ങൾ കൊണ്ട് ദൂരീകരിച്ചു എന്നാണ്. അതായത് വളരെ നല്ല നിലയിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാണ്. ഭഗവാന്റെ അനുഗ്രഹമുള്ള അവൻ്റെ കയ്യിലുള്ള ലോകാതീതമായ, അതായത് ഭൗതികമായിട്ടുള്ളൊരു വില്ലല്ല, ഒരു ആധ്യാത്മിക രീതിയിൽ ഡിവൈനാണ്. അപ്പോൾ ലോകാതീതമായ ശക്തി ഉള്ളതായി തീർന്നു. അതിൻ്റെ ഞാൻ വലിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കുന്നത് തന്നെ ശത്രുക്കൾക്ക് ഖേദജനകമായിരുന്നു. ആകാശത്തെ മൂടിയിരിക്കുന്ന മേഘാവലിയെ കാറ്റ് വീശി പറപ്പിക്കുന്നത് പോലെ സ്വബാണങ്ങൾ കൊണ്ട് യക്ഷന്മാർ ഉപയോഗിച്ച ആയുധങ്ങളെയെല്ലാം നിരാകരിച്ചു. തസ്യതേ ചാപനിർമുക്ത ഭിത്വാ വർമാണി രക്ഷസാം കായാനാം വിവികായാഹ്ന അവിവിശുസ്തി
തിന്മാ ഗിരീനശനയോ യഥാ. അവൻ്റെ ചാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ട ഉഗ്രങ്ങളായ ആ ബാണങ്ങൾ രക്ഷസുകളുടെ കവചങ്ങളെ മുറിച്ചിട്ട് വജ്രായുധങ്ങൾ പർവ്വതങ്ങളെ എന്ന പോലെ ശരീരങ്ങളെ ആവേശിച്ചു. അതായത് ഈ അതിഗംഭീരമായിട്ടുള്ള അലൗകികമായിരിക്കുന്ന ധനുസിൽ നിന്ന് ധ്രുവൻ പുറപ്പെടുവിക്കുന്ന ശരവേഗങ്ങൾ ഏതുപോലെ എന്നാണ് പറഞ്ഞത്. ഇന്ദ്രൻ ഒരു കാലത്ത് സ്വന്തം ചിറകുകൾ കൊണ്ട് പാറിപ്പാടുന്ന അവിടെയും ഇവിടെയും ഇരുന്നിരുന്ന പർവ്വതങ്ങളെ എങ്ങനെ ആണി അടിച്ച കൂട്ടത്തിൽ ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ശരനിരകൾ യക്ഷന്മാരുടെ കവചങ്ങളെ ഭേദിച്ച് മുറിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ആവിവേശിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണു. ധ്രുവൻ സ്വചാപം ആകർഷിച്ചു വിട്ട ആ അസഹ്യ ബാണങ്ങൾ, സഹിക്കാൻ പറ്റാത്തത്, യക്ഷന്മാരുടെ കവചങ്ങളെ മുറിച്ചിട്ടു. ഇന്ദ്രപ്രയുക്തങ്ങളായ വജ്രായുധങ്ങൾ പർവ്വതങ്ങളെ എന്ന പോലെ യക്ഷ ശരീരാന്തർഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു. ഇനി 18ഉം 19ഉം ശ്ലോകം ഒപ്പം പോവും, അർത്ഥം പറയേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഭല്ലൈ സംചിന്യമാനാനാം ശിരോഭിശ്ചാരുകുണ്ഡലൈ ഊരുഭിർഹേമതാലാഭിർദോർഭിർവലയവൽഗുഭി ഹാരകേയൂരമൂഢൈ ഉഷ്ണീഷൈശ്ച മഹാധനൈ ആസ്തൃധാസ്താരണഭുവാത് രേജുർവീരമനോഹര. പറയുന്നു, ഭല്ലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർദ്ധചന്ദ്രാകൃതിയിലുള്ളൊരു അസ്ത്രത്തിനെ പറഞ്ഞത്. ഛേദിക്കപ്പെടുന്നവരുടെ മനോഹരങ്ങളായ കർണാഭരണങ്ങളോടുകൂടി കഴുത്തിൽ ഭല്ലം വന്ന് വീണാൽ കഴുത്ത് ഉടലിൽ നിന്ന് വേറിട്ടു. അപ്പോൾ ചെവിയിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കർണാഭരണങ്ങളോട് കൂടി എന്നാണ് പറഞ്ഞത്. കർണാഭരണങ്ങളോട് കൂടിയ ശിരസ്സുകൾ കൊണ്ടും സ്വർണ്ണമയങ്ങളായ താലവൃക്ഷങ്ങൾ പോലെയുള്ള, താലവൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ പനകൾ. അപ്പോൾ സ്വർണ്ണമയാണെങ്കിൽ എന്തുണ്ട്, അതേപോലെയാണ് ഓരോ യക്ഷന്മാരുടെ കാര്യം. തുടകൾ കൊണ്ടും വലയങ്ങളാൽ മനോഹരങ്ങളായ കൈകൾ കൊണ്ടും അധികം വിലപിടിച്ച മുത്തുമാലകൾ, തോൾവളകൾ, കിരീടങ്ങൾ എന്നിവ കൊണ്ടും തലക്കെട്ടുകൾ കൊണ്ടും തലപ്പാവ് കൊണ്ടും വികീർണങ്ങളായിരിക്കുന്ന ആ യുദ്ധഭൂമികൾ എങ്ങനെയെന്നാണ് പറഞ്ഞത്? വീരന്മാരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവയായിട്ട് ശോഭിച്ചു. യുദ്ധത്തിൽ അങ്ങനെയാണ് പറയുക. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. അർദ്ധചന്ദ്രാകാരത്തിലിരിക്കുന്ന ഭല്ലം എന്നുപേരുള്ള ആയുധങ്ങളാൽ മുറിക്കപ്പെട്ട യക്ഷന്മാരുടെ മനോഹര കുണ്ടലാലങ്കൃത ശിരസ്സുകളാലും സ്വർണ്ണതാല വൃക്ഷങ്ങൾ പോലെ ദർശനീയങ്ങളായ തുടകളാലും, തുടകളെ തന്നെയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്, വളകൾ ധരിച്ചു വിളങ്ങുന്ന കൈകളാലും ഏറ്റവും വിലപിടിച്ച മുത്തുമാലകൾ, തോൾവളകൾ, കിരീടങ്ങൾ, തലക്കെട്ടുകൾ എന്നിവയാലും മൂടപ്പെട്ടിരിക്കുന്ന യുദ്ധസ്ഥലങ്ങൾ വീരന്മാരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവയായിട്ട് വിളങ്ങിയതാണ് പറഞ്ഞത്. 20ാമത്തെ ശ്ലോകം. ഹതാവശിഷ്ട ഇതരേരണാജിരാത് രക്ഷോഗണാക്ഷത്രിയവൈര്യസായകൈ പ്രായോ വിവൃഗ്നാവയവാ വിദുർധ്രുവുർ മൃഗേന്ദ്രവിക്രീഡിതയൂഥപായുവ. എന്താ പറഞ്ഞത്? ക്ഷത്രിയ ശ്രേഷ്ഠൻ്റെ ബാണങ്ങളാൽ, അതായത് ധ്രുവൻ്റെ പ്രായേണ മുറിക്കപ്പെട്ട അവയവങ്ങളോടുകൂടിയവരും ഹനിക്കപ്പെട്ടവരിൽ ഉൾപ്പെടാത്തവരുമായ, അതായത് മരിക്കാത്തവരുടെ അംഗവൈകല്യത്തോടു കൂടിയ മറ്റുള്ള യക്ഷഗണങ്ങൾ സിംഹത്താൽ ജയിക്കപ്പെട്ട ആനകളെന്ന പോലെ, അതായത് ആനകളുടെ അടുത്ത് സിംഹം അടിച്ചാൽ ആനകൾക്ക് ഓടേണ്ടി വരും. അത്രയും നല്ല അടിയാണ്. മസ്തകത്തിൽ ചാടി അടിക്കും, മസ്തകത്തിൽ അടി കൊണ്ടാൽ വീഴും ആനകൾ. അപ്പോൾ അതാണ് സിംഹത്താൽ ജയിക്കപ്പെട്ട ആനകളെന്ന പോലെ യുദ്ധസ്ഥലത്തിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ യക്ഷന്മാർ ഓടിപ്പോയതുകൂടി
ഒരു അലൗകിക പ്രതിഭാസമാക്കിയിട്ടാണ് ഇവിടെ വേദവ്യാസർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. ക്ഷത്രിയന്മാരിൽ വെച്ച ഉത്കൃഷ്ടനായ ധ്രുവൻ്റെ ബാണങ്ങൾ കൊണ്ട് അവയവങ്ങളിൽ മുറിവേറ്റവരും കൊല്ലപ്പെടാതെ അവശേഷിച്ചവരുമായ യക്ഷഗണങ്ങൾ സിംഹത്തോട് നേരിട്ട് തോറ്റ ആനകളെന്ന പോലെ യുദ്ധസ്ഥലത്തിൽ നിന്ന് ഓടിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇനി 21 22 ഒപ്പം പോവും ശ്ലോകങ്ങൾ. അത് 4 പേര് ശ്ലോകങ്ങളാണ്, ശ്രദ്ധിച്ചോളൂ. അപശ്യമാനസത്തതാ ആതതായിനം മഹാമൃതേ കഞ്ചന മാനവോത്തമാം പുരീം ദിദൃക്ഷന്നവിനാവിശദ്വിഷാം നമായിനാം വേദചികീർഷിതം ജന. അടുത്ത ശ്ലോകം. ഇതി ബ്രുവം ചിത്രരഥസ്വസാരഥീം യത്തത് പരേഷാം പ്രതിയോഗശങ്കിതാം ശുശ്രാവശബ്ദം ജലധേരിവേരിതം നഭസ്വതോ ദിക്ഷുരജോ അന്യദൃശ്യത. ഇതാണ് ശ്ലോകം. അപ്പോൾ അതെങ്ങനെയാണ് വാക്കർത്ഥം വരുന്നത്? അപ്പോൾ ആ മനുകുല ശ്രേഷ്ഠൻ ധ്രുവൻ മഹായുദ്ധത്തിൽ ശാസ്ത്രപാണിയായ ഒരുവനെയും കാണാത്തവനായിട്ട് എല്ലാവരും ഓടിപ്പോയി. ധ്രുവൻ മാത്രമേ ഉള്ളൂ, ശത്രുക്കളില്ല. ഇപ്പോൾ അവിടെ കാണാതായിട്ട് വിചിത്രമായ തേരുള്ളവനും ശത്രുക്കളുടെ ആക്രമണത്തെ ശങ്കിക്കുന്നവനും സാവധാനവുമായിട്ട് ശത്രുക്കളുടെ പുരിയെ കാണാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിലും പ്രവേശിച്ചില്ല. അതായത് ഒരു ഇടയിളക്കല്ല, എന്തിനപ്പോൾ അവരുടെ രാജധാനിയിലേക്ക് കയറിപ്പോണേ എന്നുള്ള രീതിയിൽ പ്രവേശിച്ചില്ല. മായയുള്ളവരുടെ ചെയ്യുവാനുള്ള ഇച്ഛയെ ജനം അറിയുന്നില്ല. അതായത് യക്ഷന്മാർ മായാവികളായിട്ട് ചിലപ്പോൾ മായാപ്രയോഗങ്ങൾ ചെയ്യും, നമ്മളതിനായിട്ട് ചാൻസ് കൊടുക്കരുത്. അപ്പോൾ എന്ന് തൻ്റെ സാരഥിയോട് പറയുന്നവനായിട്ട് സമുദ്രത്തിൽ, അതായത് ആരവം എന്ന പോലെ, തിരമാലകൾ എന്ന പോലെ ഒച്ച കേട്ടു. കാറ്റിൽ നിന്ന് ദിക്കുകളിൽ പൊടി കാണപ്പെട്ടു. അതാണ് ഇദ്ദേഹം സംശയിച്ചത് നടന്നു എന്നാ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. അപ്പോൾ ആ യുദ്ധക്കളത്തിൽ തന്നോട് നേരിടുവാൻ ആയുധം ധരിച്ചിരിക്കുന്ന ഒരുവനെയെങ്കിലും അവൻ കണ്ടില്ല. ശത്രുക്കളുടെ പട്ടണത്തിൽ ഉള്ളിൽ കടന്നു നോക്കിക്കാണാൻ ആഗ്രഹമുണ്ടായെങ്കിലും പ്രവേശിച്ചില്ല. ശത്രുക്കൾ എതിർസംഘത്തെ ശേഖരിക്കുകയായിരിക്കും എന്ന് ശങ്കിച്ച് വിചിത്രമായി തൻ്റെ രഥത്തെ സാവധാനത്തിൽ നടത്തി. മായാവികളുടെ പ്രവൃത്തി ഏതുവിധമായിരിക്കുമെന്ന് സാധാരണ ജനം അറിയുകയില്ല. അതിനാൽ മനസ്സിരുത്തിക്കൊള്ളുകയെന്ന് തൻ്റെ സാരഥിയോട് പറഞ്ഞു. അപ്പോൾ സമുദ്രഘോഷം എന്ന പോലെ ഉച്ചമായ ഒരു ശബ്ദം കേട്ടു. 4 ദിക്കുകളിൽ കാറ്റത്ത് പൊങ്ങുന്ന ധൂളിയെ കാണുകയും ചെയ്തു. അതാണ് യുദ്ധതന്ത്രം യക്ഷന്മാരുടെ. അടുത്ത ശ്ലോകം 23. ക്ഷണേന ആച്ഛാദിതം വ്യോമ ഘനാനീകേന സർവദാ വിസ്ഫുരദ്ധടിതാ ദിക്ഷു ത്രാസയൽ സ്ഥാനയത്നുനാം. ഏറ്റവും പ്രകാശമുള്ള തടിത്തുകളോടുകൂടിയും ഭയപ്പെടുത്തുന്ന ഇടിശബ്ദത്തോടുകൂടിയും ഇരിക്കുന്ന മേഘാവലിയാൽ ക്ഷണത്തിൽ ദിക്കുകളിൽ എങ്ങും ആകാശം മൂടപ്പെട്ടു. ആകാശം കാണാനില്ല, പൊടിപടലങ്ങളെ കൊണ്ട്. അതാണ് യുദ്ധതന്ത്രം അപ്പോൾ അവരുപയോഗിച്ചത്. അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അതിപ്രകാശമുള്ള മിന്നൽ പിണറുകളും ഭയപ്പെടുത്തുന്ന ഇടിശബ്ദവുമുള്ള മേഘനിരകളാൽ ക്ഷണത്തിൽ ദിക്കുകളിൽ എങ്ങും ആകാശം മറയ്ക്കപ്പെട്ടു എന്നായി. അപ്പോൾ നമ്മൾ ആ യുദ്ധസ്ഥലത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ആലോചിച്ചാലേ നമുക്കതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ. 24-ാമത്തെ ശ്ലോകം. വവൃക്ഷോ രുധിരൗഘവ സൃക്പൂയവിന്മൂത്രമേധസ നിവേദുർഗഗനാദസ്യ കബന്ധാന്യഘ്രതോ വനഖ. അപ്പോൾ ആ യക്ഷന്മാർ ഉപയോഗിച്ച മായാപ്രയോഗത്തിൽ ഈ ധ്രുവൻ എന്താ കണ്ടതെന്നാണ് പറഞ്ഞത്. രുധിരം, ലാല, മലം, മൂത്രം, മേധസ് എന്നീ അശുദ്ധ വസ്തുക്കളെ മേഘജാലം വർഷിച്ചു എന്നാ. ഹേ പാപരഹിത. ആരാ അവിടെ പാപരഹിതൻ? ധ്രുവൻ.
അവൻ്റെ സോറി പിന്നെ ഇത് കഥ പറയാണല്ലോ. പിന്നെ ആരാ കഥ പറഞ്ഞത്? മൈത്രേയ മഹർഷി വിതുരരോട്. അപ്പോൾ ഹേ പാപരഹിത, അവൻ്റെ മുൻഭാഗത്ത് ശിരോരഹിതങ്ങളായ, അതായത് കബന്ധങ്ങൾ, ശിരസില്ലാത്ത ശരീരങ്ങൾ ആകാശത്തിൽ നിന്ന് വീണു എന്നായി. അപ്പോൾ അത് കഴിഞ്ഞ് 25-ാമത്തെ ശ്ലോകം പറയുന്നു. തദഘേ അദൃശ്യത ഗിരിനിവേദു സർവതോ ദിശം ഗദാപരിഗനിസ്ത്രിംശം മുസല ത്രിംശ മുസല അശ്മവർഷിണാം. പിന്നെ ആകാശത്തിൽ പർവ്വതങ്ങളെ കണ്ടു. കൽമാരി വർഷിക്കുന്ന, കൽമാരി എന്ന് പറഞ്ഞാൽ കല്ലുകൾ വർഷിക്കുക, കല്ലേറ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ വിഭാഗത്തിലുള്ളത് മാതിരി തന്നെ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ കൽമാരി വർഷിക്കുന്ന ഗിരിയിൽ നിന്ന് ഗദാദികൾ വീണു. ഒരുപാട് ഗദകൾ വന്ന് വീഴുക. അപ്പോൾ ആ ഗദകൾ വന്ന് വീഴുന്ന സ്ഥലത്തുള്ളവരൊക്കെ മരിക്കും. അപ്പോഴാണ് അതിൻ്റെ ഭാവാർത്ഥം വരുന്നത്. പിന്നെ ആകാശത്തിൽ പർവ്വതങ്ങൾ നിരന്നു നിൽക്കുന്നതെനിക്ക് കണ്ടു. അതിൽ നിന്ന് കൽമാരി, ഗദ, പരികം, വാള് എന്നീ ആയുധങ്ങളും വീണു തുടങ്ങി. കൈയില്ലാതെ കണ്ട് ആയുധങ്ങൾ വർഷിക്കാം. അപ്പോൾ 26-ാമത്തെ ശ്ലോകം. അഹയോശനിശ്വാസാവമന്തോ അഗ്നിമൃഷാക്ഷിഭി. അഗ്നിവർഷം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അഭ്യതാവൻ ഗജാമത്ത സിംഹവ്യാഘ്രാശ്ചയൂധശ. ദേഷ്യത്താൽ നേത്രങ്ങളിൽ കൂടെ കണ്ണുകൂടെ തീ പറപ്പിക്കുന്നവയും ഇടുത്തി തുല്യമായ ശ്വാസത്തോടു കൂടിയവയുമായ പാമ്പുകളും മതിച്ച ആനകളും സിംഹങ്ങളും പുലികളും സംഘമായിട്ട് പാഞ്ഞു വന്നു. അതാണ് യക്ഷന്മാരുടെ മായായുദ്ധത്തിൻ്റെ ഗഹനത. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. ദേശത്താൽ നേത്രങ്ങളിൽ നിന്ന് അഗ്നിയും ഇടുത്തി പോലെ അസഹ്യച്ചൂടുള്ള കാറ്റും പുറപ്പെടുവിക്കുന്ന സർപ്പങ്ങളും മദജലമൊലിക്കുന്ന ഗജങ്ങളും സിംഹങ്ങൾ, വ്യാഘ്രങ്ങൾ എന്നീ മൃഗങ്ങളും കൂട്ടം കൂട്ടമായിട്ട് നേരിട്ട് പാഞ്ഞു വരുന്നതിനെയും ധ്രുവൻ കണ്ടു. 27-ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ. സമുദ്ര ഊർമിഭിർഭീമാ പ്ലാവയൻ സർവതോ ഭുവം ആസസാദമഹാഹ്രാദ കൽപ്പാന്ത ഇവ ഭീഷണാം. ഭൂമിയുടെ എല്ലാ ഭാഗവും തിരമാലകളാൽ മുക്കിയും അത്യുച്ചമായ ശബ്ദത്തോടുകൂടിയും ഇരിക്കുന്ന ഭയങ്കര സമുദ്രം കൽപ്പാവസാനത്തിൽ എന്ന പോലെ ഭയങ്കരമായിട്ട് അരികത്തു വന്നു. മായാപ്രയോഗം കൊണ്ട് അതിൻ്റെ ഭാവാർത്ഥമാണ് പറയുന്നത്. വലിയ വലിയ തിരമാലകൾ ഭൂമിയുടെ സർവഭാഗത്തെയും മുക്കിക്കൊണ്ടും ഗംഭീര ശബ്ദത്തോടു കൂടിയും ഇരിക്കുന്ന ഭയങ്കര സമുദ്രം കൽപ്പാവസാനത്തിൽ എന്ന പോലെ മഹാഭയത്തെ ജനിപ്പിക്കുന്നതായിട്ട് അരികത്ത് വരുന്നതിനെയും കണ്ടു. 28-ാമത്തെ ശ്ലോകം. ഏവം വിധാന്യൻ ഏകാനി ത്രാസനാന്യമനസ്സിനാം സസൃജുസ്തിഗ്മഗതയാ ആസുര്യാമായയാസുരാം. ക്രൂരങ്ങളായ വ്യാപാരങ്ങളോടുകൂടിയ അസുരന്മാർ ഇപ്രകാരമുള്ളവയും അധീരന്മാർക്ക് ധീരതയില്ലാത്തവർക്ക് പേടി സ്വപ്നായി. ധീരന്മാർക്ക് ധീരന്മാർ വകവയ്ക്കില്ല, മായ എന്ന് മനസ്സിലാവും. അതാണ് അധീരന്മാർക്ക് ഭയം ജനിപ്പിക്കുന്നതുമായ അനേകങ്ങളെ അസുരസംബന്ധിനിയായ മായയാൽ സൃഷ്ടിച്ചു. അതാണ് മന്ത്രവൈദഗ്ധ്യം കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. ക്രൂരപ്രവർത്തികളെ നടത്തുന്ന അസുരന്മാർ അവരുടെ മായാബലത്താൽ അധീരന്മാരെ ഭയപ്പെടുത്തുന്ന ഈ വിധം അനേകം ഭയങ്കര വ്യാപാരങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. 29. ധ്രുവേ പ്രയുക്താം അസുരൈസ്താം മായാമതിദുസ്തരാം. മായ അതിദുസ്തര, മായയെ കടക്കാൻ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നിശാമ്യതസ്യ മുനയാ ശമാസംശൻ സമാഗതാഹ. അസുരന്മാർ ധ്രുവനിൽ പ്രയോഗിക്കപ്പെട്ട അതിക്രമിപ്പാൻ ഒട്ടും കഴിയാത്തതായ ആ മായയെ കണ്ടിട്ട്
അവിടെ വന്ന മുനിമാർ അവന് സുഖത്തെ ആശംസിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു കൂട്ടർക്ക് മുനീശ്വരന്മാർ ആശംസകൾ അർപ്പിക്കണമെങ്കിൽ അയാൾ ആരുടെ പക്ഷത്തായിരിക്കണം? ധർമ്മത്തിൻ്റെ പക്ഷത്താവും. അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമുള്ള ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടുള്ളൂ. ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവർക്ക് മുനിമാർ അനുഗ്രഹം കൊടുക്കില്ല. അപ്പോൾ പറയണു, അസുരന്മാർ ധ്രുവൻ്റെ നേർക്ക് ഉപയോഗിച്ചതായ ആ മായാപ്രയോഗം സാമാന്യന്മാരാൽ അതിക്രമിക്കപ്പെടുവാൻ ഒട്ടും കഴിയാത്തതാണെന്ന് കണ്ടറിഞ്ഞ മുനിമാർ അവിടെ ആഗമിച്ചിട്ട് അവനെ ക്ഷേമത്തെ ആശംസിച്ചു. നമ്മൾ എപ്പോഴെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തിരിച്ചു കിട്ടാതെ കണ്ടിരിക്കില്ല. അപ്പോൾ പറയണു 30ാമത്തെ ശ്ലോകം, ഒരു 4 വരി ഒന്നൊന്നര ശ്ലോകമാണത്. ഔത്താനപാദേ ഭഗവാൻ സ്തവശാൻഗതന്വാ ദേവക്ഷിണോത്വം വനദാത്തിർഹരോ വ്യപക്ഷാൻ എന്നാമധേയം അഭിതായ നിശമ്യവാദ്ധ ലോകോ അഞ്ചസാ തരതി ദുസ്തരം അംഗമൃത്യും. ഇതാണ് അവരുടെ അനുഗ്രഹം ഉണ്ടായത്. ഹേ പൂജ്യനായ ഉത്താനപാദപുത്ര, ഉത്താനപാദൻ്റെ പുത്രൻ ആരെ? പൂജ്യനായ, പൂജിക്കപ്പെടേണ്ടതായ അവൻ അവനമിക്കുന്നവരുടെ ആർത്തിയെ അവനമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമിക്കാത്തവരെ എന്നർത്ഥം. ഇവിടെ ഈ രക്ഷന്മാർ ധ്രുവനെ നമിക്കണില്ല. അപ്പോൾ ആർത്തിയെ ഹരിക്കുന്ന ശാർങ്കം എന്നുവില്ലോടുകൂടിയ ദേവനായ ഭഗവാൻ നിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ. യാതൊരുവൻ്റെ നാമധേയത്തെ ഉച്ചരിച്ചിട്ടോ, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചിരുന്നാൽ ഒരു വിപത്തും വരില്ല എന്നുള്ളത് ധാർമ്മികമായിട്ട് വിശ്വസിക്കണം നമ്മൾ. അപ്പോൾ ഉച്ചരിച്ചിട്ടോ കേട്ടിട്ടോ ലോകം കടക്കാൻ കഴിയാത്തതായ മരണത്തെ സുഖമായിട്ട് കടക്കുന്നു എന്നാണ്. അപ്പോൾ ഏറ്റവും തരണം ചെയ്യാൻ സാധിക്കാത്തതാണ് മരണം. പക്ഷേ ഇവന് മരണമില്ല. ആർക്ക്? ധ്രുവൻ 36,000 വർഷം രാജാവായിരുന്നിട്ട് നേരെ നക്ഷത്രമായിട്ട് മാറുക ചെയ്യുന്നത്. പിന്നെ താഴ്ത്തി പറഞ്ഞ പ്രശ്നം വരുന്നില്ല. അപ്പോൾ മുനികൾ പറഞ്ഞു എന്നുള്ളതാണ് ഇനി ഭാവാർത്ഥമായിട്ട് പറയണത്. എന്താണത്? ഹേ പൂജ്യനായ ഉത്താനപാദപുത്ര, നമസ്കരിക്കുന്നവരുടെ സകല സന്താപങ്ങളെയും നശിപ്പിക്കുന്നതിന് ഇത് നമ്മൾ വിലക്കെടുക്കണം, വിലക്കെടുക്കണം. ഈശ്വരനെ നമസ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഹേ പൂജ്യനായ ഉത്താനപാദപുത്ര, നമസ്കരിക്കുന്നവരുടെ സകല സന്താപങ്ങളെയും നശിപ്പിക്കുന്നതിന് സമർത്ഥമായ ശാർങ്കം എന്ന വില്ലിനെ ധരിച്ചിരിക്കുന്ന ഭഗവാനായ ദേവൻ, സാക്ഷാൽ ശ്രീമൻ നാരായണൻ നിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ. യാതൊരു ഭഗവാന്റെ നാമധേയത്തെ കേൾക്കുകയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോകം അതിക്രമിപ്പാൻ കഴിയാത്തതായ മരണത്തെ കൂടെ സുഖമായിട്ട് അതിക്രമിച്ച് പരമപദവിയെ മോക്ഷത്തെ പ്രാപിക്കുന്നുവല്ലോ എന്നാണ്. ഇതാണ് സങ്കീർണമായിട്ടുള്ളതാണെങ്കിലും അവശ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്. മനസ്സിലായില്ലേ? ഈ സങ്കടാവസ്ഥയിൽ ഭഗവാനെ സ്മരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ വിധം ഭഗവാനെ സ്തുതിച്ചത്. അത് ആർക്ക് അനുഗ്രഹമായിട്ട് മാറും? ധ്രുവന് അനുഗ്രഹമായിട്ട് മാറും. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ അർത്ഥപ്രകരണേ ധ്രുവചരിതേ രാജദോഷ നിരൂപണം നാമ 10-മോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത അധ്യായത്തിലേക്ക് പോവുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 11-ാം അധ്യായം. മൈത്രേയ ഉവാച. നിശമ്യ ഗദാതാമേവം ഋഷീണാം ധനുഷി ധ്രുവ സന്തധേ അസ്ത്രമുപസ്പൃശ്യായൻ നാരായണ നിർമ്മിതം. നാരായണ നിർമ്മിതമായിട്ടുള്ള നാരായണാസ്ത്രത്തെ പ്രയോഗിക്കാൻ പ്ലാനിട്ടു. ആരെ? ധ്രുവൻ. അതാണ് ആ ശ്ലോകം കൊണ്ട് ഇൻഡയറക്റ്റായിട്ട് ഹിൻഡ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞു. ഇപ്രകാരം പറയുന്ന ഋഷികളുടെ വാക്കിനെ കേട്ടിട്ട് ധ്രുവൻ ജലം സ്പർശിച്ചിട്ട് നാരായണ ഋഷിയാൽ നിർമ്മിക്കപ്പെട്ടതായ അസ്ത്രമന്ത്രത്തെ വില്ലിൽ യോജിപ്പിച്ചു.
ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം ഋഷികൾ പറയുന്നതിനെ കേട്ടിട്ട് ധ്രുവൻ ജലമെടുത്ത് മുഖപാദാധ്യാവയവങ്ങളെ ശുദ്ധി ചെയ്തിട്ട് നാരായണ മന്ത്രം ജപിച്ച് അസ്ത്രം തൊടുത്തു എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ശ്ലോക പറയണത്, സന്ധീയമാന ഏതസ്മിൻ മായാ ഗുഹ്യക നിർമ്മിത ക്ഷിപ്രം വിനേശ്വർവിദുരാ ക്ലേശാജ്ഞാനോദയേ യഥാ. അപ്പോൾ ഈ അസന്നിഗ്ധ ഘട്ടത്തിൽ ജ്ഞാനം ഉദിച്ചു. ആർക്ക്? ധ്രുവന്. ആരാൽ? മുനീശ്വരന്മാരാൽ. അപ്പോൾ അതിനർത്ഥം എന്താ ചെയ്യുന്ന പറഞ്ഞത്? ഈ അസ്ത്രം തൊടുത്തപ്പോൾ യക്ഷന്മാർ നിർമ്മിച്ച മായകൾ അല്ലയോ വിതുര, ജ്ഞാനം ഉദിക്കുമ്പോൾ ക്ലേശങ്ങളെന്ന പോലെ വേഗത്തിൽ നശിച്ചു എന്നാ. അപ്പോൾ നാരായണ 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 എന്നിങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ജപിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിക്ക് മറ്റ് വിനകൾ വരില്ല എന്ന് ശാസ്ത്രം ഉറപ്പിച്ച് പറഞ്ഞു. അതിൽ വിശ്വസിക്കണം. അപ്പോൾ യജ്ഞവേദിയിൽ ഓരോ സെഷനിലും ഒരു 5 മിനിറ്റ്, കാലത്തൊരു സെഷൻ, ചായ കഴിഞ്ഞാൽ ഒരു സെഷൻ, ഉച്ചയ്ക്ക് ചായക്ക് നിർത്തുമ്പോൾ ഒരു സെഷൻ, വൈകുന്നേരം ഒരു 4 പ്രാവശ്യമെങ്കിലും ഒരു 5 മിനിറ്റ് അവിടെ സന്നിഹിതരായവരെ കൊണ്ട് നാമം ചെല്ലിപ്പിക്കുന്നത് പ്രയോജനവും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ എന്താ പറയുക, വാക്കാർത്ഥം കഴിഞ്ഞു, ഭാവാർത്ഥം പറയണു. അല്ലയോ വിതുര, നാരായണാസ്ത്രത്തെ തൊടുത്തപ്പോൾ ഗന്ധർവന്മാരുടെ മായയിൽ നിന്നുണ്ടായ മേഘങ്ങളും സമുദ്രങ്ങളുമെല്ലാം പരമാർത്ഥജ്ഞാനോദയത്തിൽ അവിദ്യാദികളായ പഞ്ചക്ലേശങ്ങളെന്ന പോലെ ക്ഷിപ്രം നശിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? തസ്യാർഷാസ്ത്രം ധനുഷി പ്രയുജ്യത സുവർണ പുംഘാ കളഹംസവാസസ വിനിസൃത ആവിവിശുദ്ധിഷദ്ബലം യഥാവനം ഭീമരവാശികണ്ഠിനാം. അതിൻ്റെ വാക്കാർത്ഥം എന്താ പറഞ്ഞത്? ഋഷി നിർമ്മിതമായ അസ്ത്രത്തെ. ഏത് ഋഷി? നാരായണ ഋഷി, സാക്ഷാൽ നാരായണൻ. ഋഷി നിർമ്മിതമായ അസ്ത്രത്തെ വില്ലിൽ അവൻ യോജിപ്പിച്ചപ്പോൾ സ്വർണ്ണപ്പിടികളോടും ഹംസങ്ങളുടെ തൂവലുകളോടും കൂടെ പുറപ്പെട്ട ശരങ്ങൾ ശത്രുസൈന്യത്തെ ഭയങ്കര ശബ്ദങ്ങളോടുകൂടിയ മയിലുകൾ വനത്തെ എന്ന പോലെ പ്രവേശിച്ചു. ഭയങ്കര കാവ്യഭാവനയാണ് അതിൻ്റെ ഭാവാർത്ഥം. നാരായണ ഋഷിയാൽ നിർമ്മിക്കപ്പെട്ട ആ അസ്ത്രത്തെ ധ്രുവൻ വില്ലിൽ സന്ധിപ്പിച്ചപ്പോൾ സ്വർണ്ണപ്പിടികളോടും ഹംസങ്ങളുടെ തൂവലുകളോടും കൂടിയ ശരങ്ങൾ അതിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഉച്ചത്തിൽ കേകാരവം, കേ കേ എന്നാണ് മയിലുകൾ ശബ്ദിക്കുക. കേകാരവം പുറപ്പെടുവിച്ചുകൊണ്ട് മയിലുകൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് പോലെ ശത്രുസൈന്യങ്ങളുടെ നേർക്ക് പാഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം കൊണ്ട് നമുക്ക് നിർത്താം. നാലാമത്തെ ശ്ലോകം. തൈസ്തിങ്മധാരേ പ്രദനേ ശിലിമുഖൈ ഇതസ്തത പുണ്യജനാ ഉപദ്രുത തം അഭ്യധാവൻ കുപിത ഉദായുധ സുവർണമുന്നദ്ധഫണ ഇവാഹയാം. എന്താ അതിനർത്ഥം? വാക്കാർത്ഥം, കഠിനമായ ധാരകളോടുകൂടിയ ആ ബാണങ്ങളാൽ യുദ്ധത്തിൽ അങ്ങുമിങ്ങും ഓടിക്കപ്പെട്ട ഗുഹ്യകന്മാർ കോപിച്ചവരും ഉയർത്തിയ ആയുധങ്ങളോടുകൂടിയവരുമായിട്ട് ഉയർത്തിയ പടങ്ങളോടുകൂടിയ സർപ്പങ്ങൾ ഗരുഡനെ എന്ന പോലെ അവനെ എതിരിട്ട് ചെന്നു. അതിൻ്റെ ഭാവാർത്ഥത്തോട് കൂടിയിട്ട് ഈ എപ്പിസോഡ് നിർത്താം. അസഹ്യമായ മൂർച്ചയോടുകൂടിയ ആ ശരങ്ങൾ ഏറ്റിട്ട് യുദ്ധസ്ഥലത്തിൽ നിന്ന് നാലുപാടും ഓടിപ്പോയ ഗുഹ്യകന്മാർ പിന്നെയും ഒന്നിച്ചു ചേർന്ന് ആയുധങ്ങളെയും ഉയർത്തിപ്പിടിച്ച് കോപത്തോടുകൂടെ പടങ്ങളെ ഉയർത്തിപ്പിടിച്ച സർപ്പങ്ങൾ ഗരുഡൻ്റെ നേർക്ക് പായുന്ന പോലെ അവൻ്റെ നേർക്ക് പാഞ്ഞു വന്നു എന്നാണ് പറഞ്ഞത്. അവൻ നിർത്താം.
ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ഓരോരുത്തരുടെയും ഭക്തി നിർഭരമായ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ. എന്നാൽ ശ്രേഷ്ഠങ്ങളായ കാര്യങ്ങൾ നടക്കും. കാരണം നാം ഒരാൾ ലോകർക്ക് മുഴുവൻ ശാന്തിയും സമാധാനവും നേർന്നാൽ അത്രയും ആത്മാക്കളുടെ അനുഗ്രഹം നമ്മുടെ പാപങ്ങളെ ഇല്ലാതെ ഉണ്ടാക്കും. അതോടുകൂടി നമുക്ക് മോക്ഷം കിട്ടും. അതാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതിൻ്റെ വൈഭവം. അത് മനസ്സിലാക്കി ജപിക്കാൻ ഈശ്വരൻ ഓരോരുത്തർക്കും പ്രേരണ നൽകട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.